ദുബായ് ടു കേരള ഞങ്ങളുടെ യാത്രയുടെ ആദ്യത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏകദേശം 3 മണിക്ക് നമ്മുടെ ഫ്രണ്ട്സ് കുറേ പേര് സെൻഡ് ഓഫിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെന്നത് നമ്മുടെ ഷിപ്പിംഗ് കമ്പനിയിലാണ്. ആ ഷിപ്പിംഗ് കമ്പനിയിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം തന്നു. പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങൾ നേരെ ചെന്നത് നമ്മുടെ പാസഞ്ചർ ടെർമിനലാണ്. ബിനുബ്ര എന്നെ ഡ്രോപ്പ് ചെയ്ത ആൾ വണ്ടി ഡ്രോപ്പ് ചെയ്യാൻ വേറെ സൈഡിൽ പോയി. അത് കഴിഞ്ഞ് ഡ്രോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ആൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴാണ് ഞങ്ങളുടെ കൂടെ ഒരു വണ്ടി കൂടി ഉണ്ടായിരുന്നു. അത് ന്യൂസിലാൻഡ് കപ്പിൾസിൻ്റെ ആയിരുന്നു. അവരെങ്ങനെ യാത്ര ചെയ്യുന്ന സെയിം റൂട്ട് തന്നെയാണ്. പക്ഷെ അവർ നേരെ ചൈനയിൽ ചെന്ന് ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വഴി തിരിച്ച് ഇറാനിൽ വന്ന് തിരിച്ച് UAE വരുന്ന രീതിയാണ് പ്ലാന്. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ബസ് വന്നിട്ടുണ്ടായിരുന്നു ഫെറിയിലേക്ക് പോകാൻ. അങ്ങനെ ഫെറിയിലേക്ക് പോയി വണ്ടിയെല്ലാം ലോഡ് ചെയ്തു. നമുക്ക് സെക്കൻഡ് ഡെക്കിലായിരുന്നു. നമുക്ക് മറ്റേ ഇരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു. ആൾ കുറവായിരുന്നു. നമുക്ക് കിടക്കാനെല്ലാം പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ രാത്രി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിന്നറായിരുന്നു. ഇതൊക്കെയായിരുന്നു ഡേ 1 കാഴ്ചകൾ. ഇനി നമുക്ക് ഡേ 2 മുതൽ ബാക്കി എങ്ങനെയായിരുന്നു നമ്മൾ കസ്റ്റം ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യുന്നുള്ളതെല്ലാം ഡേ 2 മുതൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുവരെയും സ്റ്റേ ട്യൂൺ.